ആരോഗ്യമേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ബിജെപി മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയമായ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും നടക്കുന്നത് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പകൽ കൊള്ളയാണെന്ന് ബിജെപി മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് രോഗികൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, മറിച്ച് സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നിലകൊള്ളുന്നത്. മെഡിക്കൽ കോളേജുകൾ മടക്കൽ കോളേജുകളായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കും മാരകമായ രോഗവുമായി രോഗികൾ കയറി ചെന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവിടെ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളില്ല, അവിടെ വീട്ടമ്മ ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അതിദാരുണമായിട്ടും മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണോ അതിനുള്ളിൽപ്പെട്ട് മരിക്കുന്നു. ആ സമയത്ത് അവിടെ എത്തിയ മന്ത്രിമാർ വീണ ജോർജും വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞത് ആർക്കും സാരമായി പരിക്ക് പറ്റിയിട്ടില്ല എന്ന്. അവിടുത്തെ കൂട്ടിരിപ്പുകാർ പറഞ്ഞു ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ശുചിമുറി അത് ഉപയോഗിക്കുന്ന ശുചിമുറിയാണ്, പക്ഷേ മന്ത്രിമാരത് നിഷേധിക്കുകയാണ്. ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ MP രാജൻ, അഡ്വക്കേറ്റ് K ദിലീപ്, VC ബിനീഷ്, TP രാജേഷ്, TK പ്രഭാകരൻ, PP മുരളി, K അനൂപ്, TP സുരക്ഷിത, സിന്ധു PK, പ്രീത VK, ജയസുധ K എന്നിവർ സംസാരിച്ചു. CP വിപിൻ ചന്ദ്രൻ, രഘുലേഷ് അഴിയൂർ, PP വ്യാസൻ, അമൽ രാജ്, അഖിൽ നാളോംകണ്ടി, നിതിൻ അറക്കിലാട്, ഷെൽനേഷ്, സാബു അറക്കിലാട് എന്നിവർ നേതൃത്വം നൽകി.